അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതം ഞങ്ങളിന്ന് സിയാനിൽ നിന്നും പോവുകയാണ്. ഷാങ്ഹായിലേക്കാണ് പോകുന്നത്. മറ്റൊരു സൂപ്പർ സ്പീഡ് ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ തനത് ഭക്ഷണങ്ങളും കോണ്ടിനെൻ്റൽ ഐറ്റംസും എല്ലാമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഫ്രൂട്ട്സും മറ്റും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിൽ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. എനിക്കൊരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ വലിയ ലഗേജസ് എടുക്കാറില്ല. കൂടെ വരുന്നവരെല്ലാവരും വലിയ വലിയ ലഗേജസും മറ്റും കൊണ്ടാണ് അധികവും വരാറുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഷിയാനിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടക്കുന്നു. കുറച്ച് നടക്കാനുണ്ട്. ഞാൻ ചിത്രീകരണം എല്ലാം ചെയ്ത് നടക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ളവർ മിക്ക ആൾക്കാരും അങ്ങ് ദൂരേക്ക് എത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുമായി ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ എയർപോർട്ടുമായിട്ട് മാത്രമേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസ് താരതമ്യം ചെയ്യാൻ പാടുള്ളൂ. അതിബഹുരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് നേരെ പോകുന്നത്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFC അവിടെ നിന്ന് കുറച്ച് ബർഗറും സാധനങ്ങളും എല്ലാം മേടിച്ച് വെജിറ്റേറിയൻ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ പോവുകയാണ്. നമ്മൾ ഹർഷീൻ മുന്നിൽ ഫുഡെല്ലാമായിട്ട് നടക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷനാണിത്. ചിലയിടത്ത് മസാജിങ് ചെയർസ് ഉണ്ട്. ചിലർ അതിൽ ഇരുന്ന് മസാജെല്ലാം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാവാം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് എസ്കലേറ്റർ വഴി. ഇതാണ് റെയിൽവേ ഞങ്ങൾ കയറാൻ പോകുന്ന സ്റ്റേഷൻ. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. എല്ലാവരും വേഗം ലഗേജസ് എല്ലാം ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്ന് ട്രെയിൻ യാത്ര തുടർന്നു. കുറേ ബുള്ളറ്റ് ട്രെയിൻസ് അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതും ഒരു 400-450 km/h ഓടുന്ന ട്രെയിനാണ്. സ്പീഡ് അതിലിങ്ങനെ കാണിക്കുന്നു, കൂടി വരികയാണ്. ഇൻഫർമേഷൻ ബോർഡുകളും മറ്റും എല്ലാം ഉണ്ട്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. പുറത്തുള്ള കാഴ്ചകൾ കൃഷിയിടങ്ങളും മറ്റും തന്നെയാണ്. അത്ര വലിയ കൗതുകമായി കാണാനുള്ള കാഴ്ചകളൊന്നുമില്ല. ഇപ്പോൾ സ്പീഡ് 300ന് മുകളിലേക്ക് കയറിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ സ്പീഡ് ഒരിക്കലും അനുഭവപ്പെടില്ല. പല ഫ്ലാറ്റുകളും മറ്റുമെല്ലാം പിന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അത് പിന്നിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോഴും കൃഷിയിടങ്ങളും മറ്റുമൊക്കെ തന്നെയാണ് കാഴ്ചകൾ. ശരിക്കും സ്പീഡ്, അതായത് ട്രെയിനിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ വേറൊരു ട്രെയിൻ ഇതിന് ഓപ്പോസിറ്റ് ഇതേ സ്പീഡിൽ വരുന്നാലേ നമുക്കറിയുള്ളൂ. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഷാങ്ഹായി ആണെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഷാങ്ഹായിലെ സ്റ്റേഷൻ. ഞങ്ങൾ മുന്നോട്ടേക്ക് ലഗേജെല്ലാം എടുത്തുകൊണ്ട് എൻ്റെ മുന്നിലെ സഹയാത്രികളും മറ്റും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഞാനെൻ്റെ ബാക്ക് പാക്കും തൂക്കി അവരുടെ പിന്നാലെ. ഞാൻ അവിടെ നിന്ന് ഒന്നും കൂടി ചെറുതായി ചിത്രീകരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടുന്ന് ഒരു എസ്കലേറ്റർ എല്ലാം കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ആൾക്കാർ കൂടി നിൽക്കുന്നു, ഞങ്ങളുടെ ആൾക്കാർ. ഇവിടുന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടക്കാനുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തി. ബസ്സിൽ ലഗേജ് എല്ലാം വെച്ച് കയറിയിരുന്ന് അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര തുടരുകയാണ്. ഷാങ്ഹായിലെ ഞങ്ങളുടെ ഗൈഡാണിത്, ചൈനീസ് ഗൈഡ്. ഇവിടെ 5:16 സമയം എന്ന് അവിടെ ക്ലോക്കിൽ കാണിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ചെറിയൊരു ബോട്ട് യാത്രയ്ക്കാണ്, രാത്രിയുടെ ഷാങ്ഹായ് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഷാങ്ഹായ് ബീജിങ്ങിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാണിജ്യപരമായി ഇവിടെ ചൈനയിൽ മുന്നേറുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഓരോ ഫ്ലാറ്റിനും മറ്റേനുമെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ഗൈഡ് തന്നെ പറഞ്ഞു, അവർ വേറൊരു സ്ഥലത്തിൽ നിന്ന് ഷാങ്ഹായിലേക്ക് എത്തിയിട്ട് കുറച്ച് കാലമായി. ഇങ്ങനെ പോകുമ്പോൾ കൗതുകമായൊരു കാറ് കാണാൻ പറ്റി, അതിൽ നിറയെ ടാറ്റു എല്ലാം ഒട്ടിച്ചുകൊണ്ട്. നമ്മുടെ ഗൈഡ് ഇവിടെ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പറ്റിയില്ല, അവരിപ്പോഴും വാടകയ്ക്കാണ്. എത്രത്തോളമാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ പണ്ട് ഹോങ്കോങ്ങിൽ പോയപ്പോൾ കണ്ട അതേപോലത്തെ കാഴ്ചയാണ് ശരിക്കും ഇവിടെ നിന്നും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു കരയിൽ നിന്നും അക്കരയിലേക്ക് വാനോളം പൊന്തി നിൽക്കുന്ന പല രൂപത്തിലുള്ള ബിൽഡിങ്ങുകൾ. ഒരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ശരിക്കും അത്. അതിൻ്റെ രാത്രിയിൽ ശരിക്കും ഇന്ന് രാത്രി കാഴ്ച എന്ന് പറയുന്നത് ഇതെല്ലാം ലൈറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു വർണ്ണശബലമായ ഒരു കാഴ്ചയാണ്. അതിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. ഇതിലൂടെയാണ് ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറുന്നത്. ഞങ്ങളുടെ ഗൈഡ് മുന്നിൽ തന്നെയുണ്ട്, അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നല്ല തിരക്കാണ് ഇവിടെ ആളുകൾ കയറാൻ വേണ്ടി. ഇതുപോലൊരു ബോട്ടിലാണ് ഞങ്ങളും കയറാൻ പോകുന്നത്. അപ്പർ ഡെക്കിൽ പോയിരുന്ന് ചിത്രീകരിക്കാം. അത്യാവശ്യം നല്ല കാറ്റാണ് ഇവിടെ, തണുത്ത കാറ്റ്. ചിലരെല്ലാവരും ജാക്കറ്റെല്ലാം അണിഞ്ഞിരിക്കുന്നു. ഇതായിരിക്കാം ഞങ്ങളുടെ ബോട്ട്. അതെ, ഇതാണ് ഞങ്ങളുടെ ബോട്ട്. അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ബോട്ടിൻ്റെ ഉൾക്കാഴ്ച. പലരും അപ്പർ ഡെക്കിലേക്ക് പോകുന്നു. കാറ്റിൻ്റെ അതിശക്തി കാരണം ഞാൻ അപ്പർ ഡെക്കിൽ പോകണ്ട എന്നൊരു തീരുമാനമെടുത്തു. പലരും താഴെ ഇരിക്കുകയാണ്. ഇതെല്ലാമാണ് രാത്രിയിൽ ഇവിടുത്തെ കാഴ്ചകൾ. അത് മറ്റൊരു ബോട്ടാണ്. ഉല്ലാസ കപ്പലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതൊരു ടവറാണ്. രാത്രി ലൈറ്റിംഗ് എല്ലാം ചെയ്ത് വളരെ രസകരമാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുക, എന്ത് രസമായിട്ടാണ് ഇവിടെ ലൈറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഇന്ന് രാത്രിയിലെ ബോട്ട് യാത്രയിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാഴ്ച ഇവിടുത്തെ ലൈറ്റിംഗ്. ശരിക്കും ലൈറ്റിംഗ് ഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഐ ലവ് ഷാങ്ഹായ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഇങ്ങനെ എഴുതി വന്നിരിക്കുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഓരോ ഹോട്ടലുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എല്ലാം നല്ല രീതിയിൽ നല്ല ക്ലാസിക്കൽ രൂപത്തിൽ തന്നെ പണിത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ബോട്ട് യാത്ര കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇനി ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പുറത്തിറങ്ങി ഞങ്ങൾ പോയ ബോട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു. പുറത്തിറങ്ങുമ്പോഴും കാണുന്നത് ഈ ലൈറ്റിംഗ് രൂപത്തിലുള്ള പല ബിൽഡിങ്ങുകളാണ്. എത്ര നേരം കണ്ടു നിന്നാലും മതിയാവാത്ത രസമുള്ള വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഒരിക്കൽ ഹോങ്കോങ്ങിൽ പോയപ്പോൾ ഞാൻ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയൊരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നപ്പോഴും വീണ്ടും ഞാൻ കാണുന്നത്. ഒരിക്കലും മടുക്കാത്ത ഒരു കാഴ്ച തന്നെയാണത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇനി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. പോകുമ്പോഴും പുറത്ത് വളരെ ലൈറ്റിംഗ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന പല ബിൽഡിംഗ് കാണാം.
പുഷ്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ രാത്രി ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഞങ്ങളെ വരവേറ്റുകൊണ്ട് അവിടുത്തെ ആൾക്കാർ നിൽക്കുന്നു. ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി. ബുഫേ സിസ്റ്റമാണ്. യഥേഷ്ടമാർക്കും എത്ര പണി എടുക്കാം. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ മറ്റുമെല്ലാം രൂപങ്ങൾ വെച്ചിരിക്കുന്നു. ഇന്ത്യനാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വെച്ചതാണോ അവർ എന്നുപോലും എനിക്ക് സംശയമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ രൂപം. ഇതെല്ലാമാണ് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നോൺ വേണ്ടവർക്ക് ചിക്കനുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രിയിലെ ഉറക്കത്തിന് വേണ്ടിയുള്ള ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോങ്ക്യോ ജിങ്ജാങ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇതാണ് ഹോട്ടൽ. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 4 സ്റ്റാർ ഹോട്ടലാണത്.